ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ മക്കളെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ ഫസ്റ്റ് ടൈം എക്സാമിനേഷൻ അഥവാ മക്കളുടെ ഓണ പരീക്ഷയ്ക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ്. ഓക്കെ മക്കളെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സബ്ജക്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ് കേട്ടോ. മക്കൾ റെഡി ആണല്ലോ? നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോയാലോ മക്കളെ? ഓക്കെ, നമ്മള് മുന്നേ ഈ ഒരു ഇംഗ്ലീഷുമായി ബന്ധപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലാസ്സുകൾ കാണാത്ത കൂട്ടുകാർ തീർച്ചയായിട്ടും നമ്മുടെ ആപ്പിൽ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആണ്. കണ്ടിട്ട് നല്ല രീതിയിൽ തന്നെ എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുക കേട്ടോ. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതേ രീതിയിലുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരിക്കും. ഇവിടെ നെയിം ഓഫ് സ്റ്റുഡന്റ് എന്നുള്ളത് മക്കൾ നിങ്ങളുടെ പേര് എഴുതണം. നെയിം ഓഫ് സ്കൂൾ എന്നുള്ളത് മക്കളുടെ സ്കൂളിന്റെ പേര് എഴുതുക. ഡിവിഷൻ എന്നുള്ളത് മക്കളുടെ ക്ലാസ് ഡിവിഷൻ എഴുതുക കേട്ടോ. ഇപ്പൊ മിസ് എത്തിയിട്ടുള്ളത് മക്കളെ നിങ്ങൾക്കായിട്ടുള്ള ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ ഓഫറുമായിട്ടാണ് കേട്ടോ. മറ്റൊന്നുമല്ല മക്കളെ, നമ്മൾ ഓണം പ്രമാണിച്ച് നമ്മുടെ ആപ്പിലുള്ള എല്ലാ ക്ലാസ്സുകളും കൂട്ടുകാർക്ക് വെറും 610 രൂപയ്ക്കാണ് ഇനിയുള്ള ഒരു വർഷക്കാലത്തേക്ക് അവൈലബിൾ ആക്കി തരാനായിട്ട് പോകുന്നത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് മക്കളെ നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത്. അപ്പൊ വേഗം തന്നെ എന്ത് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. നമ്മുടെ ആപ്ലിക്കേഷൻ ത്രൂ ആയിരിക്കും കൂട്ടുകാർക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ വേഗം തന്നെ മക്കളെ മറക്കാതെ ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, വെറും 610 രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് മക്കൾക്ക് 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകൾ അവൈലബിൾ ആവാനായിട്ട് പോകുന്നത്. ഓക്കെ മക്കളെ, ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. ആക്ടിവിറ്റി 3 വരെ നമ്മൾ പാർട്ട് 3 വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആക്ടിവിറ്റി 4 മുതലാണ് ചെയ്യാനായിട്ടുള്ളത് കേട്ടോ. ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്ക് ആക്ടിവിറ്റി 4A-യും 4B 2 സെക്ഷൻ ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് A പാർട്ടാണ് എളുപ്പമായിട്ട് തോന്നുന്നെങ്കിൽ മക്കൾ അത് ചെയ്യാം. ഇനി B ആണ് മക്കൾക്ക് ഈസി ആയിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അവിടെ ഓർ ക്വസ്റ്റ്യൻ ആണ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ മാത്രം മക്കൾ അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ 4th ആക്ടിവിറ്റി എന്ന് പറയുന്നത് നോട്ടീസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്: The school has decided to conduct a book fair. They invited the municipal chairperson to inaugurate the function. Dilna and her friends have to prepare the notice. Help them prepare the notice. എന്താണ് മക്കളെ? നമുക്ക് നോട്ടീസ് തയ്യാറാക്കാനല്ലേ? എന്തുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്? ദ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ബുക്ക് ഫെയർ. സ്കൂൾ എന്തിനായിട്ട് തീരുമാനിച്ചു മക്കളെ? ഒരു ബുക്ക് ഫെയർ നടത്താനായിട്ട് ഡിസൈഡ് ചെയ്തു അല്ലെ, തീരുമാനിച്ചു. അങ്ങനെ നോക്കിക്കേ, അവർ ആരെയാണ് അതിനെ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട്, അതായത് അത് ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആരെയാണ് മക്കളെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്? മുനിസിപ്പൽ ചെയർപേഴ്സണെയാണ് ആ ഒരു ഫംഗ്ഷൻ ഇനാഗുറേറ്റ് ചെയ്യാനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ദിൽനയും കൂട്ടുകാരും കൂടി എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി മക്കളെ? പ്രിപ്പയർ ദി നോട്ടീസ്. അവര് അതിനായിട്ടുള്ള നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് തുടങ്ങിയില്ലേ? അപ്പൊ നമ്മുടെ ദിൽനെയും അവളുടെ കൂട്ടുകാരെയും നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാനാണ് മക്കളെടുത്ത് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. നോക്കിയല്ലേ മക്കളെ? നോക്കിക്കേ, നമ്മൾ നോട്ടീസ് ഒക്കെ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളതാണ് അല്ലെ. നോക്കിക്കേ, ദ ഡീറ്റെയിൽസ് ആർ ഗിവൺ ബിലോ. നോട്ടീസിലേക്ക് വേണ്ട ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്. നോക്കിക്കേ മക്കളെ, വെന്യൂ എവിടെയാണ്, പ്ലേസ് എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയം. ദെൻ ഡേറ്റ് നമുക്ക് തന്നിട്ടില്ലേ, 3rd September 2025. ദെൻ ടൈം തന്നിട്ടുണ്ട് 10 AM. അതുപോലെ ചീഫ് ഗസ്റ്റ് എന്ന് പറഞ്ഞിട്ട് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം അതിൽ ഇൻക്ലൂഡ് അല്ലേ മക്കളെ? ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു നോട്ടീസ് എഴുതുക എന്നുള്ളത് നോക്കാം കേട്ടോ. നോട്ടീസ് എഴുതുന്ന സമയത്ത് കൃത്യമായിട്ട് അതിന്റെ ഫോർമാറ്റ് കീപ്പ് ചെയ്താലേ മക്കൾക്ക് അതിനുള്ള മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നിങ്ങൾക്ക് ഏതൊരു ടോപ്പിക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു നോട്ടീസ് എഴുതാൻ തരികയാണെങ്കിൽ മക്കൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എഴുതുന്നതിന്റെ ഏറ്റവും ടോപ്പിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ നോട്ടീസ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ, അതിന്റെ തൊട്ട് താഴെ എന്താണോ ആ ഒരു എന്തിനെ കുറിച്ചിട്ടാണോ മക്കളെ നോട്ടീസ് തയ്യാറാക്കുന്നത് അതുമായി ബന്ധപ്പെടുത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടൈറ്റിൽ കൊടുക്കുക. എന്താണ് മക്കളെ? ബുക്ക് ഫെയർ 2025 എന്നാണ് നമ്മുടെ ആ ഒരു പ്രോഗ്രാം അല്ലെ. ബുക്ക് ഫെയർ ആണ് സ്കൂളിൽ നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മിസ് അതാണ് ഒരു ഹെഡ്ലൈൻ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ടൈറ്റിൽ അവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പൊ നോട്ടീസ് എന്നുള്ള ഒരു ഹെഡിങ് ആദ്യം കൊടുക്കണം. അതിനുശേഷം എന്താണോ ആ പ്രോഗ്രാം അതുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു ഹെഡിങ് കൊടുക്കുക. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നമുക്ക് നോട്ടീസ് വായിച്ചു നോക്കാം അല്ലെ. ഡിയർ ഫ്രണ്ട്സ്, our school has decided to conduct a book fair to promote reading habits among the students.
The function will be inaugurated by the municipal chairperson. എന്താ മക്കളെ എഴുതിയിട്ടുള്ളത്? Our school has decided to conduct a book fair. നോക്കിക്കേ മക്കളെ, ഈ സെയിം സെന്റൻസ് എന്നതാ നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. അപ്പം കുറച്ച് എഴുതാൻ പ്രയാസമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കുറെ സെന്റൻസ് എഴുതാൻ പറ്റും. നോക്കിക്കേ, the school has decided to conduct a book fair. കണ്ടോ മക്കളെ, അതേ സെയിം കാര്യമാണ് നമ്മൾ അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തി? അവർ സ്കൂൾ അല്ലേ, നമ്മുടെ സ്കൂൾ എന്ത് തീരുമാനിച്ചു? ഒരു ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ് മക്കളെ? ടു പ്രൊമോട്ട് റീഡിംഗ് ഹാബിറ്റ് അമംഗ് ദി സ്റ്റുഡൻസ്. കുട്ടികൾക്കിടയിൽ റീഡിംഗ് ഹാബിറ്റ് വളർന്നു വരാനായിട്ട് വേണ്ടിയിട്ട് ഒരു ബുക്ക് ഫെയർ കണ്ടക്ട് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. ദ ഫംഗ്ഷൻ വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ മുനിസിപ്പൽ ചെയർപേഴ്സൺ. ആ ഒരു ഫംഗ്ഷൻ ആരായിരിക്കും മക്കളെ ഇനാഗുറേറ്റ് ചെയ്യുന്നത്? മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരിക്കും. ദെൻ ലാസ്റ്റ് മക്കളെ, ഒരുവിധം എല്ലാ നോട്ടീസിലും നമുക്ക് ഏറ്റവും അവസാനം എഴുതാൻ പറ്റുന്ന ഒരു സെന്റൻസ് ആണ്. All teachers, students and parents are cordially invited to attend the program. അല്ലെങ്കിൽ all are welcome എന്നുള്ളത് എഴുതിയാലും മതി മക്കള്. ഓക്കെ അല്ല മക്കളെ? ദെൻ നോക്കിക്കേ, നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തു, ഡേറ്റ് കൊടുത്തു, ടൈം കൊടുത്തു, വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുത്തു, ചീഫ് ഗസ്റ്റ് മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്നുള്ളത് കൊടുത്തു. ഓൾ ആർ വെൽക്കം. ദെൻ കൺവീനർ സ്കൂൾ ലിറ്റററി ക്ലബ്. ഓക്കെ അല്ല മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി അവിടെ വേറെ ആരെയാണെങ്കിലും അതിന്റെ കൺവീനർ എന്ന് വെച്ചാൽ മക്കൾക്ക് അത് എഴുതാവുന്നതാണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് മക്കളെ. നോട്ടീസ് എഴുതുമ്പോൾ നിങ്ങൾ ഇത്തരത്തിലുള്ള പോയിന്റ്സുകൾ ഓക്കെ, ലാസ്റ്റുള്ള ഈ ഒരു സെക്ഷന്, അതുപോലെ ഈ ഒരു സെക്ഷൻ, പിന്നെ ഈ ഡീറ്റെയിൽസ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം കേട്ടോ. അതുപോലെ ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഈ ഒരു ഹെഡിങ്ങും വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആയിട്ടുണ്ടോ? ദെൻ അടുത്തൊരു ക്വസ്റ്റിലോട്ട് നമുക്ക് പോവാം മക്കളെ. ആക്ടിവിറ്റി 5A. ഇവിടെ അഞ്ചാമത്തെ ആ ഒരു ആക്ടിവിറ്റിയിലും നമുക്ക് ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. 5Aയും 5Bയും ഉണ്ട്. ഏതെങ്കിലും ഒരു സെറ്റ് മാത്രം മക്കൾ എഴുതിയാൽ മതിയെ. നോക്കിക്കേ മക്കളെ, 5A എന്താണ്? ഡിസ്ക്രൈബ് ദി ഇവന്റ്സ്. എന്താണ് മക്കളെ? ഡിസ്ക്രൈബ് ദി ഇവന്റ്സ് എന്നതാണ് ആക്ടിവിറ്റി 5A വരുന്നത്. Look at the pictures. The major events of a story are given below. നോക്കിക്കേ മക്കളെ, താഴെ നമുക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടല്ലോ. ഒരു സ്റ്റോറിയില് മേജർ ഇവന്റ്സ് ആണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത്. ഡിസ്ക്രൈബ് ദി ഇവന്റ്സ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അതായത് മക്കളെ, നിങ്ങളുടേതായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു സ്റ്റോറി, ആ ഒരു ഇവന്റ്സ് മക്കളെടുത്ത് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് പിക്ചർ ഒന്ന് നോക്കാം മക്കളെ. ഇവിടെ ഒരു എന്ത് ചെയ്യാണ്? ഒരു മദറും അതുപോലെ തന്നെ അവരുടെ കുട്ടിയും കൂടി എന്ത് ചെയ്യാണ്? സ്കൂട്ടറിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ആ സമയത്താണ് വഴിയരികിൽ എന്ത് കണ്ടത്? ഒരു ആക്സിഡന്റ് പറ്റി കിടക്കുന്നത് കണ്ടത് അല്ലേ. അതിന് ഉടനടി അവരെന്ത് വിളിക്കുകയാണ്? എന്ത് ചെയ്യാണ്? ഫോൺ ചെയ്യാണല്ലേ, എമർജൻസി കോൾ ചെയ്യാണ്. അപ്പൊ എന്ത് വന്നിട്ടുണ്ട്? ആംബുലൻസ് വന്നിട്ട് അയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് അല്ലേ. അപ്പൊ ഇതല്ലേ മക്കളെ നമുക്ക് അവിടെ തന്നിട്ടുള്ള പിക്ചേഴ്സ്. അപ്പൊ ഇതിലെ ഓരോ പിക്ചർ നോക്കിയിട്ട് മക്കള് നിങ്ങളതായിട്ടുള്ള വേർഡ്സിൽ അത് ഇവന്റ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നമുക്ക് എഴുതി നോക്കാം. നിങ്ങൾ ഓരോ പിക്ചർ നോക്കി എന്താണ് അതിൽ ആരെയാണ് കാണുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി മക്കൾ എന്ത് ചെയ്യുക? ആദ്യം നിങ്ങളുടെ മനസ്സിൽ ആ ഒരു സെന്റൻസ് പറഞ്ഞു നോക്കുക. ഓക്കെ, ആദ്യം മലയാളത്തിൽ തന്നെ മക്കൾ എന്ത് ചെയ്യുമെന്ന് ഇമാജിൻ ചെയ്യുക. ഇന്നതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇന്നതൊക്കെ ആയിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കും എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്യുക. അതിനുശേഷം മക്കൾ എന്ത് ചെയ്യുക? നിങ്ങളുടേതായിട്ടുള്ള വേർഡ്സിലോട്ട് അതിനെ മാറ്റിയിട്ട് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നോക്കിക്കേ മക്കളെ, പിക്ചർ 1 എന്താണ്? A girl is going to school on a scooter with her mother. ഒരു ഗേള് എവിടെ പോവാണ്? സ്കൂളിൽ പോവാണല്ലേ. എങ്ങനെയാ മക്കളെ അത് മനസ്സിലായത്? ആ കുട്ടി കൂട്ടുകാരെ, നിങ്ങൾക്ക് വെറും 10 ദിവസം കൊണ്ട് ഹിന്ദി പഠിക്കാൻ ആഗ്രഹമുണ്ടോ? എങ്കിൽ താല്പര്യമുള്ള മക്കളൊക്കെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. വെറും 210 രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു 10 ദിവസത്തെ കോഴ്സ് കൂട്ടുകാർക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊരു ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും അതുപോലെ തന്നെ വലിയ ക്ലാസ്സിലുള്ള കുട്ടികളായാലും എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാവുന്ന ക്ലാസ്സുകളാണ് നമ്മൾ ഈ 10 ഡേയ്സ് കോഴ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പൊ വേഗം തന്നെ മക്കളെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഇന്ത്യയുടെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ നമ്മൾ ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇട്ടിട്ടുണ്ട്, ബാഗ് ഇട്ടിട്ടുണ്ട് അല്ലേ. അപ്പം എ ഗേൾ ഈസ് ഗോയിങ് ടു സ്കൂൾ ഓൺ എ സ്കൂട്ടർ വിത്ത് ഹർ മദർ. ഒരു ഗേള് അവളുടെ അമ്മയോടൊപ്പം സ്കൂട്ടറിൽ എവിടോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്? സ്കൂളിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ദേ ആർ റൈഡിങ് സേഫ്ലി അലോങ് ദി റോഡ്. അവര് റോഡിലൂടെ നല്ല സേഫ് ആയിട്ടാണ്, സുരക്ഷിതമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇതല്ലേ മക്കളെ നമ്മുടെ ഫസ്റ്റ് പിക്ചറിൽ പറയുന്ന കാര്യം അല്ലേ. ദെൻ സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കേ, എന്താണ്? ഓൺ ദി വേ എ ബോയ് ഫെൽ ഡൗൺ ഫ്രം ഹിസ് ബൈസിക്കിൾ. The mother stopped the scooter to help him. അവര് പോകുന്ന വഴിയിൽ ഒരു ബോയ് എന്ത് ചെയ്യാണ്? അവന്റെ വണ്ടിയിൽ നിന്നില്ല, ബൈസിക്കിളിൽ നിന്ന് താഴെ വീണ് കിടക്കുന്നുണ്ട്. അപ്പൊ മദർ എന്ത് ചെയ്തു? അവരുടെ സ്കൂട്ടർ സ്റ്റോപ്പ് ചെയ്തിട്ട് അവനെ ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. ദെൻ നോക്കിക്കേ മക്കളെ,
തേർഡ് പിക്ചറിൽ എന്താണ്? ദ മദർ ആൻഡ് ദി ഗേൾ വെന്റ് നിയർ ദി ബോയ്. ആ ഒരു മദറും അതുപോലെ തന്നെ ഗേളും എന്ത് ചെയ്തു മക്കളെ? ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങിയിട്ട് അവന്റെ അടുത്തേക്ക് പോയില്ലേ? ദേ ഹെൽപ്ഡ് ദി ഇൻജേർഡ് ബോയ് ടു സിറ്റ് അപ്പ് കെയർഫുള്ളി. അവരെന്ത് ചെയ്തു മക്കളെ? ആ ഇഞ്ചുറി ആയി കിടക്കുന്ന, അതായത് പരിക്ക് പറ്റി കിടക്കുന്ന ആ ബോയ് അവരെന്ത് ചെയ്തു? അവന്റെ അടുത്ത് ഇരുന്നുകൊണ്ട് അവനെ എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അല്ലെ. Then next one നോക്കിക്കേ മക്കളെ, എന്താണ് പിക്ചർ 4ൽ എന്താണ് കാണുന്നത്? They called an ambulance immediately. ആ ഒരു സെന്റൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയും എഴുതാട്ടോ. കാര്യം എന്താണ്? അവർ ആ ഒരു ഫോൺ എടുത്ത് അവർ എന്ത് ചെയ്യുന്നുണ്ട്? കോൾ ചെയ്യുന്നുണ്ട്. അപ്പം എന്തിലേക്കാണ് കോൾ ചെയ്യുന്നത് നമുക്ക് അറിയില്ല. പക്ഷെ ആ ഒരു മദർ ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യുന്ന കാര്യം വേണമെങ്കിൽ മക്കൾക്ക് ഇവിടെയും ഉൾപ്പെടുത്താം. നോക്കിക്കേ മക്കളെ, they called an ambulance immediately. അവർ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു? ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്തി. The ambulance took the boy safely to the hospital. ആംബുലൻസ് എന്ത് ചെയ്തു? ആ ബോയിയെ സേഫ് ആയിട്ട് എവിടേക്ക് കൊണ്ടുപോയി മക്കളെ? ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. സിമ്പിൾ അല്ല മക്കളെ? അപ്പം ഇതുപോലെ മക്കൾക്ക് കുറച്ച് ഇവന്റ്സിന്റെ പിക്ചേഴ്സ് തന്നിട്ട് ആ ഓരോന്നിലും എന്താണ് കാണുന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറയും. ഓക്കെ, ദെൻ നോക്കിക്കേ, നമുക്ക് അടുത്തൊരു ആക്ടിവിറ്റി നോക്കാം മക്കളെ. 5B എന്താണ്? വേർഡ് പസിൽ ആണ് മക്കളെ. കംപ്ലീറ്റ് ദി വേർഡ് പസിൽ. ലുക്ക് അറ്റ് ദി ഹിന്റ്സ് ഗിവൺ ബിലോ വൺസ് ഡൺ ഫോർ യു. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ഹിന്റ്സ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് താഴെയുള്ള ആ ഒരു പസിൽ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ ഒന്ന് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ, എന്താണ്? എമർജൻസി എന്ന് നമുക്ക് ഒന്ന് അവിടെ ഫിനിഷ് ചെയ്ത് തന്നിട്ടുണ്ട്. ഓക്കെ അല്ല മക്കളെ? അപ്പൊ നിങ്ങൾക്ക് അറിയാലോ, പസിൽ എന്ന് പറയുന്ന സമയത്ത് ഡൗണിൽ, അതായത് താഴേക്ക് ഫില്ല് ചെയ്യാനായിട്ടുള്ളത് ഉണ്ടായിരിക്കും, അക്രോസ് അതായത് ഇങ്ങനെ ഫില്ല് ചെയ്യാനായിട്ടുള്ളതും ഉണ്ടായിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഡൗൺ നോക്കാം അല്ലെ, താഴേക്ക് നോക്കാം. നോക്കിക്കേ, ഫസ്റ്റ് ക്ലൂ ഇതാണ്. പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയേഴ്സ്. ആരാണ് മക്കളെ? പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയേഴ്സ്. ആരാണ്? വേഗം പറഞ്ഞ ആരാണ്? യെസ്, ആരാണ്? ഫയർമാൻ. ആരാണ്? ഫയർമാൻ. അത് ഡൗൺ അല്ലേ മക്കളെ? അപ്പൊ നമ്മൾ താഴേക്കാണ് എഴുതുന്നത്. നമ്പർ എത്രയാണ്? നമ്പർ 1 ആണ്. അപ്പൊ 1 എന്നുള്ള കോളം ഇവിടെയാണ് വരുന്നത്. ഇവിടുന്ന് താഴോട്ടാണ് എഴുതേണ്ടത് കേട്ടോ. ഫയർമാൻ എന്നുള്ളത് മക്കള് കൃത്യമായിട്ട് അവിടെ എഴുതുക കേട്ടോ. എം നമുക്ക് അവിടെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് എം എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്. ദ ക്വാളിറ്റി ഓഫ് ബീയിങ് ഫിയർലെസ്, അതായത് പേടിയില്ലാതെ നിൽക്കുന്ന ആ ഒരു ക്വാളിറ്റിന് എന്താണ് മക്കളെ പറയാ? എന്താണ് പറയാ? യെസ്, നമ്മുടെ ദിൽനയുടെ ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ബ്രേവറി. എന്താണ്? ബ്രേവറി എന്നതാണ് അല്ലെ. സെക്കൻഡ് 1 ആണ്. അത് ഇവിടെ മക്കൾ ഫില്ല് ചെയ്യുക കേട്ടോ. സെക്കൻഡ് 2 എന്ന് നമ്പർ എഴുതി അവിടെ. BRAVERY, ബ്രേവറി. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ മക്കളെ. ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പൊ ഇതാ 10 ഡേയ്സിന്റെ ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുമായിട്ടാണ് മിസ് എത്തിയിട്ടുള്ളത് കേട്ടോ. 10 ദിവസത്തെ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന് വെറും 210 രൂപ മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാർ മടിക്കാതെ തന്നെ വേഗം സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക കേട്ടോ. വളരെ ലിമിറ്റഡ് സീറ്റിലേക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ ഈ ഒരു 10 ഡേയ്സ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാരൊക്കെ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുക. ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഗ്രാമർ സെക്ഷൻസും എല്ലാം തന്നെ നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. To ask humbly for something. To ask humbly for something. എന്തിനെങ്കിലും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചോദിക്കില്ലേ? അതിലെന്താ മക്കളെ പറയാ? ബാഗ്. എന്താണ് പറയാ? ബാഗ്. എന്താണ് മക്കളെ പറയാ? ബാഗ്. BEG, ബാഗ്. ഓക്കെ അല്ലേ? Then next one നോക്കിക്കേ. To comfort someone. To comfort someone. അതിനെന്താ മക്കളെ നമ്മൾ അതിന് യൂസ് ചെയ്യുന്ന വേർഡ് എന്താണ്? കൺസോൾ എന്നതാണ് അല്ലെ. എന്താണ്? കൺസോൾ, അതായത് ആശ്വസിപ്പിക്കുക എന്നതാണ് മീനിങ് വരുന്നത്. അപ്പൊ ഇവിടെയാണ് നമുക്ക് താഴേക്ക് എഴുതേണ്ടത്. CONSOLE. ഓക്കെ അല്ലേ മക്കളെ? ദെൻ നെക്സ്റ്റ് വൺ എന്താണ്? ആൻ അർജന്റ് സിറ്റുവേഷൻ ആണ്. അത് നമുക്ക് ഇവിടെ ഓൾറെഡി ആൻസർ തന്നിട്ടുണ്ട്. എന്താണ് മക്കളെ? എമർജൻസി. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ. ഇൻ എ ഫോറിൻ കൺട്രി. ഏതാണ് മക്കളെ വരുന്നത്? ഏതാണ്? അബ്രോഡ് ആണ് വരുന്നത് അല്ലെ. AB ഇവിടെ എഴുതാം. ബാക്കി ഇവിടെ നമുക്ക് ഉണ്ട് അല്ലെ. RO ഉണ്ട്. ദെൻ നമുക്ക് ഏതാണ് വരിക? AD. അവിടെ ഒരു കോളം കൂടി ഉണ്ട് മക്കളെ. അപ്പൊ എന്താണ്? അബ്രോഡ്. ഓക്കെ അല്ലേ? അപ്പൊ മിസ് ഇവിടെ ആൻസർ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാർ കൃത്യമായിട്ട് ഓരോ ഹിന്റും വായിച്ചു നോക്കാം. എന്നിട്ട് മക്കൾ എന്ത് ചെയ്യാം? ആ പസില് കൃത്യമായിട്ട് പൂർത്തിയാക്കാം കേട്ടോ. അപ്പൊ മിസ് ഒരിക്കൽ കൂടി ക്വസ്റ്റ്യൻസ് പറയാം. നോക്കിക്കേ. പീപ്പിൾ ഹൂ ഫൈറ്റ് ഫയേഴ്സ്. ആരാണ് മക്കളെ? ഫയർമാൻ. Then the quality of being fearless. അതിന് നമ്മൾ എന്താ പറയാ? ബ്രേവറി. Then to ask humbly for something. അതിന് നമ്മൾ എന്താ പറയാ മക്കളെ? beg എന്നാണ് പറയാ. Then next one, to comfort someone. അതിന് നമ്മൾ console എന്ന് പറയും. Then an urgent situation, emergency. In a foreign country. അത് ഏതാണ് മക്കളെ? foreign country, abroad.
ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ? ഇപ്പൊ ഇവിടെ നമുക്ക് 5A നമ്മൾ കണ്ടൂല്ലേ, എന്തായിരുന്നു? ഒരു ഇവന്റ് ഡിസ്ക്രൈബ് ചെയ്യാനായിരുന്നു. 5B വേർഡ് പസിൽ ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം മക്കൾ അറ്റൻഡ് ചെയ്താൽ മതി, ഓർ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് കേട്ടോ. ക്ലിയർ അല്ല മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷന്റെ വീഡിയോസ് കാണാം. ഓരോന്ന് മക്കൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത ദിവസം മറ്റൊരു പുതിയ സെക്ഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.